ഹലോ കുട്ടികളെ, അപ്പം ഞങ്ങൾ നേരെ സർപ്പംതുള്ളൽ കാണാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് പോന്നിട്ടോ. ഇത്തവണ ഞങ്ങളുടെ കൂടെ അമ്മയും സോനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നേരെ സർപ്പംതുള്ളൽ കാണാൻ 2 ദിവസത്തേക്കാണ് കേട്ടോ പ്രോഗ്രാം ചെയ്ത് വന്നതൊക്കെ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിയൊരു പണിയും കിട്ടുകയും ചെയ്തിട്ടാ. അമ്മയുള്ളതുകൊണ്ട് ഇത്തവണ എനിക്ക് അധികം വലിയ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതേപോലെ ചെറിയ ചെറിയ തൂപ്പ് തുടപ്പ്, തേങ്ങ തിരുവൽ, അങ്ങനത്തെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ ചൂടാണ് എൻ്റെ പൊന്നു ഗൈസ് സഹിക്കാൻ വയ്യാത്ത. ഞാൻ വിചാരിച്ച ട്രിവാൻഡ്രത്തായിരിക്കും ഏറ്റവും അധികം ചൂടെന്ന്. പക്ഷെ അല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചൂടിൻ്റെ ഉറവിടമേ ഇവിടെ തന്നെയായിരുന്നു. എൻ്റെ പൊന്നെ, പാമ്പിനെ പേടിച്ചിട്ട് ജനലും തുറക്കാൻ പറ്റില്ല, വാതിലും തുറക്കാൻ പറ്റില്ല. അകത്തുനിന്നുള്ള പൊരിഞ്ഞ ആവിയും പുറത്തെ കാറ്റ് പോലും കിട്ടണില്ല. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ അവസ്ഥ കേട്ടാ. ഇവിടെ എപ്പോഴും നമ്മൾ വല്ല വെള്ളം കുടിച്ചുകൊണ്ട് വല്ല ഇരിക്കണം കേട്ടാ. ഇനി അതുപോരാണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ ഏതോ കശുമാവിന്ന് കശുമാങ്ങയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഇവിടെ ചേർന്ന് കഴിച്ചേ. ഇനി ഇത് മാത്രമല്ല, അവിടെ എത്തിയപ്പോൾ വലിയൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടയ്ക്ക് അവിടെ എത്തിയപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ വേദന അങ്ങ് ഇളകിയേ. എൻ്റെ പൊന്നെ, 2 ദിവസം ഞങ്ങളവിടെ നിന്നുള്ളൂ. ഈ നിന്ന ദിവസം മുഴുവൻ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നുണ്ടാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രിപ്പിടും, ഇഞ്ചക്ഷനും തിരിച്ചു വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന വരും, പിന്നെ ഹോസ്പിറ്റലിൽ പോകും. ഇത് തന്നെയായിരുന്നു പരിപാടി അവിടെ എത്തിയിട്ട്. ഇനി അവിടെ എത്തിയപ്പോഴത്തേക്കും വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. തലേന്ന് അമ്മയുടെ ബർത്ത്ഡേയും ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് 2 പേർക്കും കൂടെ ഒരു കേക്കൊക്കെ വാങ്ങി മുറിക്കാം എന്നൊക്കെ വിചാരിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവർ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടോ. പക്ഷെ ഒരു വലിയൊരു കാര്യം അപ്പോഴും സംഭവിച്ചു. നമ്മുടെ സോനുവിൻ്റെ ഇനി കേക്കും തറയിലായിട്ട് വീണായിരുന്നേ. പിന്നെ അവന്മാർ അതൊക്കെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്തൊക്കെ വെച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും മുറിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും മുറിച്ച് കഴിഞ്ഞിട്ട് ഇവന്മാർ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് കുറച്ച് മിഠായിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇവരിവിടെ കൊടുത്തപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത്. സോനും അമ്മയ്ക്കും കേശുട്ടി അമ്മച്ചിക്കും കേട്ടോ ഇത് കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അമ്മച്ചി പറഞ്ഞു അവന് തിരിച്ചു തന്നെ ആ മിഠായിയൊക്കെ തിരിച്ചു തന്നെ കൊടുത്തിട്ട്. അവനാണെങ്കിൽ കൊടുക്കാനും മടിയായിരുന്നു എനിക്ക് തോന്നി, ഇത്രയും വലിയ മിഠായി അല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നേട്ടാ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫുൾ മടുത്തെന്ന് തോന്നുന്നു. അതും ഈ ചൂട് കൊണ്ട് ആകെ കൂടെ വശന്ന് വളർന്ന് ഇരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചേച്ചാ, ബൈ ബൈ.